ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഡാഡ് എന്ന് പറഞ്ഞോട്ടെ. വെൽക്കം ബാക്ക് ടു അപ്പൊ ടിൻ സ്റ്റാർസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിൻ സ്റ്റാർസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും എന്താ അപ്പൊ ഗൈസ്, ഇന്നെന്താണ് മോനെ പറയൂ. ഇന്ന് 8ന്റെ പണി അല്ലേ, 8ാം വാർഷികമാണ്. വിവാഹം കഴിഞ്ഞ് 8 വർഷം കിട്ടി. 8ന്റെ 8 കെട്ട് കഴിഞ്ഞ് 8 ഇനി 8ആണോ 8ന്റെ പണിയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് ഏപ്രിൽ 29 ആണ്. നമ്മൾ 2017 നമ്മുടെ കല്യാണം. ചോദിച്ചില്ല, എനിക്കറിയാം, 2017 നമ്മുടെ കല്യാണം കഴിഞ്ഞത്. ഞാൻ വീക്കില്ല, നിനക്കറിയാലോ. അപ്പൊ 2025 8 കൊല്ലം കുറയ്ക്കെങ്കിൽ നിസ്സാരം നിനക്കറിയാലോ. പിന്നെ സമയം ഒരു 11നും 11:30ക്കും ഇടയിലായിരുന്നു നമ്മുടെ മുഹൂർത്തം. ഇപ്പൊ സമയം എത്ര? 11:25. ഓക്കെ, എന്നാലും കുറച്ചായിട്ടുള്ളൂ കേട്ട്. അപ്പം 11 മണിയായിരുന്നോ? അതെ അമ്മേ, എന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം 11നും 11:30ക്കും ഇടയിലായിരുന്നില്ലേ? 10:30 ആയിരുന്നില്ലേ? 10:30ക്കും 11:15 ഇടയില് അവിടെ കല്യാണം കത്തിരിക്കുന്നുണ്ട്. അല്ല, അതെ, ബെറ്റ് 11നും 11:30ക്കും ഇടയിൽ. ഇല്ലെങ്കിൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി 11നും 11:30ക്കും ഇടയ്ക്ക് 10:45 ബെറ്റ് വാ. 11നും 11:30 കല്യാണം കത്തിയാണ്. എന്ത് തരും? തെറ്റിയ ആൾക്കാർ വരണേ. അമ്മ കല്യാണക്കത്ത് പോയിട്ടുണ്ട്. അപ്പൊ തെറ്റിയായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ 11നും 11:30ക്കും ഇടയിലായിരുന്നു മുഹൂർത്തം. ഏട്ടൻ പറയണത് ഓക്കെ. അപ്പൊ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മള് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ വർഷത്തിനും അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ നമ്മൾ മെയിനായിട്ടും നമ്മുടെ കുടുംബക്ഷേത്രത്തിലും കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് നമ്മൾ പോകാറുള്ളത്. പക്ഷെ എനിക്ക് നമ്മുടെ പീരീഡ്സിന്റെ ഇന്ന് ശുദ്ധി ആവുന്നുള്ളൂ. ഇപ്പൊ ഇവരുടെ കുറെ പേര് പൊങ്കാലയ്ക്ക് ഇടാൻ വരും. അങ്ങനെയല്ല, നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മളൊരു 7 കഴിഞ്ഞിട്ട് നമ്മൾ പോവുക. അപ്പൊ എനിക്കിന്ന് സ്റ്റിൽ 7 ആയിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന്, അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അതെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമല്ലേ, 8 കൊല്ലായില്ലേ. ഞാൻ പറഞ്ഞു 11നും 11:30ക്കും ഇടയില്. 10:45 10:45. അയ്യേ, ചമ്മി പോയേ. എനിക്ക് അമ്മ 200 തരും. 11:30ക്കും ഇടയില് 200 തരുന്നല്ല, അമ്മക്ക് 200 കൊടുക്കാന്ന് പറഞ്ഞത്. അല്ല, ഞാൻ തരും. അല്ല, ഞാൻ പറഞ്ഞ 11:25 12 ഇടയിൽ അല്ലേ? 11:30ക്കും ഇടയില്. പേട്ടന്റെ തെറ്റി, എനിക്കൊരു 11 ഉണ്ടായി. 200 വേഗം കൊടുത്തു. ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം നമുക്ക് മേക്കപ്പിന് ആൾക്കാർ വന്നപ്പോൾ നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ചേച്ചിക്ക് അത്ര തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടല്ലോ, 11:30ക്കൊക്കെ എനിക്ക് 8. അതെന്തൊക്കെ ഭയങ്കര ഈ ഓർമ്മയുണ്ട്. പിന്നെ എന്താണ്, പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങാൻ തന്നെ നമ്മളിവിടെ എന്താ ഇറങ്ങാൻ നേരം വൈകിയതപ്പാ. കാല് പിടിക്കാൻ നിന്നിട്ടാ വെറുതെ കൊറേ പേരെ കാല് പിടിക്കാനും നാദസ്വരക്കാരെ പോലെ കൈതറച്ച് കഴിച്ചതിനും ഒരു ഗ്ലാസ് വെള്ളം കിട്ടില്ല ദേ ആക്കിക്കൊണ്ടിരിക്കുന്നേ തത്തപ്പിടി. അപ്പൊ ഇറങ്ങാൻ നേരം വൈകി. അപ്പൊ പിന്നെ എന്തിട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാ? ഇന്നത്തെ പരിപാടികള് പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ലീനമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലീനമ്മയ്ക്ക് ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, ഡോക്ടർ ഇരിക്കും. പിന്നെ ആരാണ് നമ്മുടെ പോളണ്ടിന് നമ്മുടെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പൊ അനിയനും അനിയന്റെ പെണ്ണും ഉണ്ടാവും. അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് 4 ആളുണ്ടാവും പുറത്തുനിന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ആഘോഷം, ചെറിയൊരു കേക്ക് കട്ടിങ്, സർപ്രൈസ് ഗിഫ്റ്റ് ഇന്നലെ തുടങ്ങിയതാണ്. എന്റെ പൊന്നു, ഒന്നാമത്തെ ഒരു ക്ഷമാന്ന് പറയുന്ന സാധനം ഇല്ല. എടി ഇതൊക്കെ സമയം 11:30 കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു 8 മണിക്കൂറിനും വെയിറ്റ് ചെയ്തായി പോരെ.
8 മണിക്ക് സർപ്രൈസ് പൊളിച്ചിരിക്കും. ഞാൻ ഏട്ടനിക്ക് എന്താ മേടിച്ചിട്ട് എന്നിടത്തോട്ട് ചോദിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞു വെഡിങ് ആനിവേഴ്സറിക്ക് എന്തായിരിക്കും സാരി മേടിച്ചാലും സാരി മേടിക്കണം സാരി അങ്ങനെ പറഞ്ഞ് പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. സാരി മേടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം എനിക്ക് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ചോദിച്ച് മേടിക്കേണ്ട അവസ്ഥയാണ്. ചോദിച്ച് പറഞ്ഞ് മേടിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പം ഏട്ടൻ എവിടേക്ക് പോകുന്ന ഏട്ടൻ പറഞ്ഞു ചെറിയൊരു പായസം ഉണ്ടാക്കാം. ഏട്ടനല്ല ചേച്ചി പറഞ്ഞു ചെറിയൊരു പായസം ഉണ്ടാക്കാം. അപ്പം ഞാൻ പറഞ്ഞു സേമിയ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഏട്ടന് സേമിയ വേണ്ട, ഏട്ടന് പാലട മധുരം കുറച്ചുണ്ടാക്കണേ. സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കട്ടെ. ഇനി നമ്മുടെ പരിപാടികളൊക്കെ വരുന്നത് വൈകുന്നേരമായിരിക്കും. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ബേബി. അപ്പോൾ ഗൈസ് നമുക്ക് പാലടം പായസം മിക്സ് 2 ബോക്സ് ഈസ് റെഡി. 2 ബോക്സിനെതിനായിട്ട് 4 പാലും പാക്കറ്റ്, ഒരെണ്ണത്തിന് 1.5 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ലിറ്ററാ? ഇതെവിടെ ഉണ്ടാവുക? കണ്ടിട്ട് എത്ര ലിറ്റർ ഉണ്ടാവും? ലിറ്റർ ഇല്ലല്ലോ, 400 ml. അപ്പൊ 2 പാക്കറ്റ് 1.5 ലിറ്റർ വേണ്ട 1 പാക്കറ്റ്. അപ്പൊ 500 ഒന്നല്ല 400 800 അല്ല ആവുള്ളൂ. പിന്നെ 4 പാക്കറ്റ് വേണല്ലേ? 4 പാക്കറ്റ് എത്രയായി? 2 ചില്ലാൻ 2 ലിറ്റർ. അപ്പൊ തികയോ? പാല് രാവിലത്തെ ഒരു ട്രിപ്പില്ലേ? ഒരെണ്ണം ഉണ്ടാക്കിയ പോരെ? നോക്കി തികയില്ലെങ്കിൽ എടുക്കാൻ വേണ്ടി 2 ആയിട്ട് വാങ്ങിച്ചെന്നുള്ളൂ. അപ്പൊ ഗൈസ് പായസത്തിനുള്ള പാത്രം നമ്മൾ വെച്ച് കഴിഞ്ഞു. കീർത്തന CP മിസ്സിംഗ് ആണ്. കീർത്തന CP ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞുതരും. ഞാൻ എനിക്ക് ഇത് ക്ഷമ കുറവായതുകൊണ്ട് എല്ലാം കൂടെ അങ്ങനെ വാരി കൊട്ടിയിടലിച്ച് കൂടുതലാണ്. അവളെ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പാല് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ തട്ടുന്നു ഇളക്കുന്നു, പാലട മിക്സ് റെഡി അല്ലേ ഏട്ടാ? പാല് തിളച്ചു ഗൈസ്. നമ്മുടെ പായസം വേണ്ടി കുറച്ച് പായസം ഉള്ളൂ. ഞാൻ മൊത്തം 2 പാക്കറ്റ് പായസം എടുത്തില്ല. കാരണം അറിയാമോ, വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് ആലോചിച്ചോട്ടാ. ഇത്തിരി പായസം എല്ലാവർക്കും ഇത്തിരീശ ഗ്ലാസ്സിൽ ഇത്തിരീശ കഴിക്കാനുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്യിൽ കുറച്ച് വറുത്തിടാനുള്ള പരിപാടിയുള്ളൂ കേട്ടോ. ചേട്ടാ വെഡിങ് ആനിവേഴ്സറി പായസം. താങ്ക് യു. കുടിച്ചു നോക്കടേ. ഞാൻ ഇത് കാതുമ്പോ പിടിക്കട്ടെ. മിൽക്ക് മേഡ് ഇട്ടിട്ട് നല്ല സോസുണ്ട്. നല്ലുണ്ട്. തരൂ. ഞാൻ വിചാരിച്ചു മോള് കുടിക്കടാ എനിക്ക് തരും. അത് 8 വർഷങ്ങൾക്ക് മുമ്പ്. 8 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കല്യാണത്തിന് മുമ്പ്. 8 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇതേ ദിവസം രാത്രി പകുതി മോൾ കുടിക്കും. അത് അന്ന് നമുക്ക് പാലുണ്ടായില്ലല്ലോ അല്ലേ? ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് പാലുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പാല് കുടിക്കില്ല. ഏട്ടൻ പാല് കുടിക്കാത്ത കാരണം ആ പാല് പിരിഞ്ഞു പോയി. പകരം ഞങ്ങൾ ആപ്പിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വണ്ടി ഇതും കൂടിയല്ലേ കുടിക്കേണ്ടത്. ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ ദേഷ്യപ്പെടോ? സങ്കടാവോ? പറയാത്ത പോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് അപ്പ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞ മണം വരും. മനസ്സിലായോ? എന്താ കരിഞ്ഞ മണം വന്നറിയോ? അണ്ടിപ്പരിപ്പ് കരിഞ്ഞ് എനിക്ക് വീഡിയോ എടുത്തത് അച്ഛനാ. അണ്ടിപ്പരിപ്പ് കരിഞ്ഞ പായസത്തേക്ക് നെയ്യ് വെച്ചപ്പെട്ടല്ലോ, നെയ്യ് കരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകിച്ച് രാവിലെ ഒന്നും ഉണ്ടായില്ല. പായസം വെച്ചു, ഞങ്ങളിപ്പോൾ കുടിച്ചു. അതിപ്പോൾ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കും, എല്ലാവരും കുടിക്കും.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വെഡിങ് ആനിവേഴ്സറിക്ക് ബീച്ചിലേക്ക് പോവാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ബീച്ചിൽ പോവും. നമുക്കൊരു കാര്യം ചെയ്യട്ടാ, പോണ വഴിക്ക് അവിടെ പോവാം. ഏട്ടൻ പറഞ്ഞ ഏട്ടനൊരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. ആ സ്പോട്ടിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ബീച്ചിൽ പോവാം. നമുക്ക് നേരത്തെ ഇറങ്ങാം. കാരണം അച്ഛനമ്മക്ക് 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും. 7 മണി 7:30 ആകുമ്പോഴത്തേന് അച്ഛനമ്മ എത്തും, വീട്ടിൽ നിന്ന് എത്തും. അപ്പോൾ അവർ വരുന്നേക്കാൾ മുമ്പായിട്ട് നമ്മൾ വൈകുന്നേരമായിരിക്കുകയാണ്. ഞങ്ങൾ മാച്ച് അത്ര മാച്ച് അല്ലെങ്കിലും അല്ല, ഞാൻ സാരി കൊണ്ടുപോകാണ്ട് പോയിട്ട് എടുത്തതാണ്. കുറച്ച് വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ സാരി കൊടുത്ത് നിൽക്കുന്നത്. എന്ത് ഷോ ആണ് എനിക്ക്. അപ്പം അതേ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 സ്ഥലം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടേക്ക് നേരത്തെ എത്തേം 5 മണി ആയിട്ടുണ്ട്. 6 മണിക്ക് എത്താൻ വേണം. അപ്പോൾ ഗൈസ് നമ്മൾ വേഗം ഇറങ്ങാൻ നോക്കട്ടെ. അവിടെ എല്ലാവരും മേക്കപ്പിലാണ് കേട്ടോ. നമ്മളപ്പോൾ അതേ അഴീക്കോട് ബീച്ചിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വന്നിറങ്ങിയ സമയം ആയപ്പോഴേക്കും ആകാശമൊക്കെ ഒരുമാതിരി അവസ്ഥയായിരുന്നു. ഒന്നാമത് നമ്മൾ ബീച്ച് സൈഡാണ് നിൽക്കുന്നത്, ബീച്ച് സൈഡല്ല ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാറ്റൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അവിടെ. അന്തരീക്ഷം ഭയങ്കര ഡേഞ്ചറായിട്ടാണ് തോന്നിയത്. നല്ലോണം ഇരുട്ട് കുത്തിക്കയറി. എന്നാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് എന്തായാലും പോയി തന്നെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇവിടെ നമുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം വെഡിങ് ആനിവേഴ്സറിക്ക് സാധാരണ ഞങ്ങൾ വേറെ ഒരുത്തേക്കും അങ്ങനെ പോവാറൊന്നുമില്ല. നത്തിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം അന്നത്തെ ദിവസം. പക്ഷേ ഇപ്രാവശ്യമാണ് ഞങ്ങളങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് കേട്ടോ. അവിടേക്ക് എത്തിയപ്പോഴത്തേനും നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്യുന്നുള്ളൊരവസ്ഥയാണ്. ഉള്ളിൽ ഫുള്ള് കാറ്റാടിയാണേ. അപ്പോൾ കാറ്റാടി ആയതുകൊണ്ട് തന്നെ നല്ലോണം നമ്മളെന്താ പറയുക, മരങ്ങൾ വീഴുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് അകത്തേക്ക് കയറാനുണ്ടായിരുന്നു. കുറേ പേര് മഴ വരുന്നത് കണ്ടിട്ട് കുറേ പേര് അവിടെ നിന്ന് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ തിരിച്ചു പോയി കുറച്ച് നേരം നിന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ വിചാരിച്ചു എന്താ പറയുക, നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചങ്ങ് നടന്നു. അപ്പം ഇവിടെ നമ്മുടെ ന്യൂ ഇയറിനോ ക്രിസ്മസിനോ ആ ഒരു ടൈമിലെങ്ങാണ്ട് ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറയുക, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഭംഗി തോന്നിയ നൈറ്റാണല്ലോ. നമ്മുടെ കുതിരസവാരി ഉണ്ടല്ലോ, കുതിരസവാരി, ഒട്ടകം, അങ്ങനെ വേറെ കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളും പിന്നെ എന്തോ ഒരു ഹൊറർ സെറ്റപ്പൊക്കെ വേറെ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹൊറർ ഷോ പോലെ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് നോക്കി ആകാശത്തിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് കേട്ടോ. ഇപ്പം പെയ്തിടും അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാൻ നമ്മുടെ ഈ ഒരു ഫോണിൽ വൈഡിൽ എടുക്കുമ്പോൾ കാണുന്നൊരു ഇതാ കാണുന്നത്. എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നത് ഗൈസ്. നമ്മളത് പറഞ്ഞ് നിൽക്കല്ല, മഴ അങ്ങോട്ട് പെയ്ത്തിട്ട് കേട്ടോ. അച്ഛൻ അവളെയും പിടിച്ചിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിതിനുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു നിൽക്കുമായിരുന്നു. എന്താണ് സൗണ്ട്? പ്രേതത്തിന്റെ കോട്ടയിലേക്ക് ഞങ്ങൾക്കൊരു ക്ഷണം ഓണെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. നമ്മുടെ കാഞ്ചനത്തെ കുറെ മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട്. നല്ല മഴയാണ്.
തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ്. 25 തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതിൻ്റെ ഒരു സെക്ഷൻ്റെ ഏറ്റവും ബാക്ക് സൈഡായിട്ട് എൻഡ് സൈഡായിട്ട് ഇങ്ങനെ മറ്റേ ബജ്ജിയൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് നല്ല കച്ചവടം ഉണ്ടായിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഈ മഴ പോകണ വരെ ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കോളിഫ്ലവർ ഫ്രൈയും മുട്ട ബജിയും മുളക് ബജിയും പിന്നെ പാനിപ്പൂരിയും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ സെയിൽ. എനിക്കും കീത്തൂനൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓരോന്നായിട്ട് ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ പൈസ പൊട്ടുന്ന അറിയാൻ പറ്റില്ല. ഇവിടെ എന്തോ ഒരു കുഞ്ഞ് പ്ലേറ്റിന് എങ്ങാണ്ട് 60 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആൾക്കാരെ കാണുമ്പോഴായാലും കുറച്ചുകൂടി ചിലപ്പോൾ മേ ബി നമ്മൾ പറയണ പൈസ, അവർ പറയണ പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യുമല്ലോ. അപ്പം പിന്നെ വേറെ എന്തോ ഒരു സാധനം മേടിച്ചായിരുന്നു നമ്മൾ. ഇതെന്താ ഇത്, എന്തോ ഒരു സാധനം, ഒരു ഭയങ്കര ഒരു മസാല ടേസ്റ്റ് ആയിരുന്നു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. അതും ഞങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തു. പിന്നെ പിള്ളേർക്കായാലും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനൊക്കെ ഭയങ്കര എരി ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പാനിപ്പൂരി ആയാലും അതിനൊക്കെ ഭയങ്കര എരിവായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് പാനിപ്പൂരിയൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അതായത് അവരെ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവുമെന്ന്. പുറത്ത് നല്ല ഇടിയൊക്കെ കുടുങ്ങുക കേട്ടോ, ഇടി കുടുങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ടീച്ചർ ഇതുവരെ ഇല്ലാണ്ടിരുന്നൊരു മഴ പെയ്യാൻ കണ്ടൊരു നേരം, അല്ലെങ്കിൽ നമ്മൾ ബീച്ചിൽ ഒന്ന് മുങ്ങി കുളിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി നേരത്തെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു. ഇതെന്തോ പക്കാവടയോ ഉള്ളിവടയോ അങ്ങനെയാണ്ട് നല്ല അസൽ ഫ്ലോപ്പായിരുന്നു. കാരണം തണുത്ത് ആകെ മോശമായിരിക്കുമായിരുന്നു. ബാക്കി ഓക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക്. പിന്നെയാണ് നമ്മൾ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ പഴയകാല മിഠായികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കണ്ടത്. പണ്ടത്തെ മിഠായികൾ സ്റ്റോറിലേട്ടാ, ഫുൾ പണ്ടത്തെ മിഠായികളല്ലേ. ദീദി അവിടെ നമ്മൾ ബജ്ജി കഴിച്ചു തരാം കേട്ടോ. ഒരു പാക്കറ്റ് ബജ്ജി കൂടെ മേടിക്കാം. അക്കടെ പാറങ്ങട് തരുന്നേ വാലിട് അയിനൂന് വേണട്ടെ. കടി കടിക്ക് അങ്ങനത്തെ ഞാൻ പറ്റില്ല. അമ്മ കാണിച്ചത് മൊത്തമായിടും. പക്ഷെ അമ്മ ടേസ്റ്റ് ഉള്ളൂ. അമ്മട് മൊത്തം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത മിഠായികളില്ല. ത്രാസ് മിഠായി, പിന്നെ പഞ്ഞി മിഠായി, കോലു മിഠായി, പുളി മിഠായിക്ക് പേരറിയില്ല കേട്ടോ. കുറേ മിഠായികളുണ്ടായി, അത് മേടിച്ചു. അതിനുശേഷം നമ്മളൊരു സർവത്തും കൂടെ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. മഴ നനഞ്ഞാണ്ട് ഇറങ്ങാൻ നിവർത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ മഴയിൽ തന്നെ ഇറങ്ങി. ഈ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ സീതമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് മുട്ടിന് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. നിഖിലും ഏട്ടനും ഇവളൊക്കെ ഉണ്ണികളുള്ളതുകൊണ്ട് അച്ഛനും ഷഡോന്ന് പറഞ്ഞ് ഉണ്ണികളെയും കൊണ്ട് പോയിട്ട്. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ അമ്മേനെയും വെയിറ്റ് ചെയ്ത് കുറച്ച് നീങ്ങി നിൽക്കുകയാണ്. അപ്പം അവർ പൊക്കോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മ.
നമ്മൾ ഈ ഒരു നേരത്തെ ഇറങ്ങാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണിയാകുമ്പോഴത്തേനും നമ്മുടെ സിജിഎമ്മയും അതേപോലെ തന്നെ സഞ്ജുവും ചാന്തും അച്ഛനൊക്കെ വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് അവിടെ എത്തണമല്ലോ. പിന്നെ പോണ വഴിയാക്കി അമ്മേനെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് ചെന്നു കേട്ടോ. എല്ലാ വീഡിയോസിലും ഞങ്ങൾ പറയുന്ന പോലെ കേക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശരിക്കും ഒരു വീക്ക്നെസ്സാണ്. പ്രത്യേകിച്ചും ഏട്ടൻ നമ്മളെപ്പോഴും വെറൈറ്റി കേക്ക് പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് ഫ്ലോപ്പ് ആവാറാണ് പതിവ് കേട്ടോ. എന്നാലും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വിചാരിക്കും. ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് സ്റ്റിൽ എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 8th ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഈശ്വര 8 വർഷമായി ഗൈസ്. 2 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കൊല്ലമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. സീരിയസ്ലി ഇന്നലെ കല്യാണം കഴിഞ്ഞ് ശരിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് ഒട്ടും ഫീൽ ചെയ്യണില്ല. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയണില്ല. ഭയങ്കര സന്തോഷം. അതിന് ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഹാപ്പി ലൈഫ്. നമ്മൾ കുറേ കാര്യങ്ങൾ ആൾക്ക് വേണ്ടിയും ആൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ ജീവിതം ഹാപ്പിയായി മാറുന്നത്. ഓക്കെ, സാഹിത്യമൊക്കെ കിടന്നിട്ടുണ്ടേ. പോണ വഴിക്ക് നമുക്ക് സിജിയമ്മേനെ കിട്ടിയിട്ടുണ്ട്. അമ്മേനെയും പിക്ക് ചെയ്തിട്ടാണ് ഇനി വീട്ടിൽ പോണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് ചീഞ്ഞൊലിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയത്. എൻ്റെ സാരിയൊക്കെ കംപ്ലീറ്റ് നനഞ്ഞ് പൊളിച്ചു തന്നെ പറയാം കേട്ടോ. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല, അതാണ് രസം. അവിടെയും മഴ പെയ്തിട്ടുള്ളൂ, ഇവിടെ ഒന്നും മഴ പെയ്തിട്ടുണ്ടായില്ല. ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ അതേ സഞ്ജു വരുന്നുണ്ട്, സഞ്ജുവും ചാന്തും വരുന്നുണ്ട്. ഇവരിവിടെ വരെ എത്തിയപ്പോഴാണ് ആക്ച്വലി ഞാനിവർ വന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ഫോണും കൊണ്ട് വന്ന സമയത്ത് സഞ്ജു റിട്ടേൺ വഴിക്ക് പോയിട്ട് ഒന്നാമത് ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. ആ ചാർജ് ചെയ്യാനാണോ? എന്താ സ്റ്റെക്കായി പോയാ? എന്ത് ഗിഫ്റ്റ് സമ്മാനം. ഏതല്ല ഭയങ്കര ടീഷർട്ട് നിന്റെ വണ്ടിയാണോ? കുഴപ്പമില്ല, കൊടുത്തോ, വരക്കട്ടെ. എന്തായാലും എല്ലായിടത്തും ഒരുപോലെ തന്നെ ചെയ്യണം. അച്ഛാ പറയണ്ടോ അവിടെ പെയ്തില്ലേ? കേക്ക് കാണണ്ടേ? മെയിനായിട്ട് പറയട്ടെ, വീഡിയോഗ്രാഫർ നാത്തൂനാണ്. അപ്പോൾ നാത്തൂനെ നമുക്ക് വീഡിയോയിൽ വിസിബിൾ ആയിട്ടില്ല. നാത്തൂൻ്റെ മോറ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് ഭയങ്കര കൂടുതലായിരിക്കും. അതിന് ചെറിയ വിഷയം. പക്ഷേ അതിൽ അങ്ങനെ വീഡിയോ എടുക്കാറില്ലേ? കേട്ടില്ല. അത് പറയും സഞ്ജു. എനിക്ക് ആത്തച്ചക്കൊക്കെ തോന്നുന്നു. ആത്തച്ചക്കടൊക്കെ പോലെ, മുള്ളച്ചക്കടൊക്കെ പോലെ. ആരോ അച്ഛൻ
കേക്ക് പറന്നോക്കട്ടെ പറന്നോക്കട്ടെ ഇവിടെ നോക്കി അടിക്ക് എല്ലാരും കട്ട് ചെയ്ത് കശി. കയ്യിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. നല്ല ഡാർക്ക് ചോക്ലേറ്റ്. വാ, ചെല്ല്, ചെല്ല്, ചെല്ല്. ചെല്ല്, ഞാൻ ഇറങ്ങാം. ഒരു മിനിറ്റ് എനിക്ക് തരാം ഇന്നത്തെ അപ്പോ എന്റെ സർപ്രൈസ് എടുക്കാം. എന്താ ഫ്ലാഷ് ഓൺ ആക്കി എടുക്കണം? ഞാനിപ്പോൾ ഏട്ടന് ലോക്കറ്റ് മാത്രം കൊടുക്കുള്ളൂ. മോതിരം ഞാൻ കുറേ ഫുഡ് കഴിക്കുന്ന നേരത്തെ മോതിരം കൊടുക്കുള്ളൂ. പാറുനെ കൊണ്ട് അങ്ങനെ നോർമലി ലോക്കറ്റ് കൊടുക്കും. എങ്ങനെയുണ്ട് മോതിരം ചോറിട്ടാ കൊടുക്കണേ അളിവ് കൂട്ടാ എക്സ്ട്രാ കൊടുക്കാൻ മുമ്പ് വാങ്ങാനല്ല. മോതിരം എനക്കല്ല എനക്കല്ല നവരത്ന മോതിരം. ഇതിപ്പോ കൊടുക്കണില്ല, ഇതിപ്പോ കൊടുക്കാം. നോട്ടെ ലോക്കറ്റ് കാണിക്ക് ഓക്കെ എന്താ ലോക്കറ്റ് നീ ഇന്നലെ കണ്ടുപിടിച്ചല്ലേ? ആ ഓക്കെ ഓക്കെ കൊടുക്കാം നമുക്ക്, കൊടുക്കാം നമുക്ക്. ഓക്കെ ഓക്കെ എനിക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയത് കൊള്ളാം. എടാ ഇവിടെ കൊടുക്കാം. സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ നാട്ടിൽ ലൈറ്റ് ഉണ്ട് ഇവിടെ. ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട്. ഓക്കെ പറ എന്ത് പറ. പറ എന്ത് സാധനം. അല്ലേ അല്ലേ നോക്കിയ വെളിച്ചന് സെറ്റ് അല്ലേ അച്ഛാ? അതെ 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 എന്നാ പിന്നെ ഇട്ടോടി. എന്തായാലും എന്റെ വക ഒരു ചെറിയ സംഭവം കേട്ടോ. ഞാൻ പറയാം. പറയടി. ഞാൻ പറയട്ടെ, മോതിരം. മോതിരം മോതിരം കമ്മൽ. മോതിരം. മോതിരം അല്ലടാ അല്ലടാ മോതിരം. അയ്യോ അമ്പോ പറഞ്ഞ പോന്നേ
അതിലേക്ക് കൊടുക്കാൻ വില അങ്ങോട്ട് നോക്കിയില്ല അപ്പൊ ഞാൻ പൊട്ടിച്ച് അടുത്തുള്ള കല്യാണ സാരി ആയിട്ട് തന്നെ എടുക്കാൻ പോവാണ്. നല്ല കളറല്ലേ? ആ ഓ എന്നത് നോ നോട്ട് സാരി നോട്ട് സാരി നോട്ട് സാരി നീല് 10,000 മുടക്കുണ്ട്, ഞാനും 10,000 മുടക്കി. ഒന്നും നോക്കില്ല. ഞാൻ നിന്റെ പൊട്ടിക്ക് രണ്ടെണ്ണം ആൾക്കാർ വെള്ളം കാണാൻ കിടക്കാന്നിരിക്കും. ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ രസം പോയിട്ടോ ആരോട് അടുത്ത പട്ട് സാരി സെയിം കല്യാണം വന്നാൽ ഞാൻ പോറില്ല സാരിയോട്. Thank you so much. ആ അത് ഉള്ളിലിട്ടോണ്ട് മറ്റേ പുറത്തിട്ടോ ഇടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇട്ടോണ്ട് അത് പക്ഷെ അളിയാ എന്റെ സൈസ് അത് അളിയന് പറ്റില്ലെങ്കിൽ അതെ 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 മോളപ്പോ രണ്ടുപേരും എല്ലാ അളിയനാ അഞ്ചിനൊരു പുഴുവും ഒരു ക്ലിപ്പും കൂടി മതി. ഒരു അതെ പുഴുവും ക്ലിപ്പും ഞങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളെ തരുള്ളൂ. പുഴു 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 ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം. തപ്പഴിക്കും. ആ ഓ എന്നത് നോ നോട്ട് സാരി നോട്ട് സാരി നോട്ട് സാരി നീല് 10,000 മുടക്കുണ്ട്, ഞാനും 10,000 മുടക്കി. ഒന്നും നോക്കില്ല. ഞാൻ നിന്റെ പൊട്ടിക്ക് രണ്ടെണ്ണം ആൾക്കാർ വെള്ളം കാണാൻ കിടക്കാന്നിരിക്കും. ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ രസം പോയിട്ടോ ആരോട് അടുത്ത പട്ട് സാരി സെയിം കല്യാണം വന്നാൽ ഞാൻ പോറില്ല സാരിയോട്.
കഴിഞ്ഞാ കഴിഞ്ഞുടാ. ഒരു നഗ്ന സത്യം നിങ്ങൾക്ക് അറിയാമോ? വെഡിങ് ആനിവേഴ്സറിക്ക് 1 മാസം മുമ്പ് ഞാൻ പറയട്ടെ, എനിക്കൊരു സാരി, എനിക്കൊരു മോതിരം, പ്ലീസ് എനിക്കൊരു സാരി, എനിക്കൊരു മോതിരം പറഞ്ഞ് കറക്റ്റ് ഒരു സാരി, ഒരു മോതിരം. വരലൊക്കെ നിറഞ്ഞല്ലോ. എനിക്ക് ഭയങ്കര എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു ഇഷ്ടം. ഫ്രീ ആയിട്ട് എനിക്ക് കീത്തുട്ട് നടക്കണ കണ്ടിട്ട് ഇഷ്ടമായത്. എനിക്ക് കീത്തുട്ട് നടക്കുന്ന കീത്തിന്റെ കൈ നിറച്ച് മോതിരങ്ങളാണ്. ഇതിലൊക്കെ ഒരു 2 മോതിരം എനിക്ക് അവളെ കണ്ടിട്ട് ഇഷ്ടമായി തുടങ്ങിയതാ. ഇതെനിക്ക് കീത്ത് മേടിച്ചതല്ല. നീ ഒരു വിരലും കൂടി ഉണ്ട്. സഞ്ജു മേടിച്ചിട്ടില്ല ചേച്ചിക്ക് എൻ്റെ മോൻ പഠിപ്പിക്കാൻ പോയിട്ട്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഞാൻ ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് എന്നോട് ചോദിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടി എനിക്കറിയാം ഗിഫ്റ്റ് എന്താണ്, നമ്മൾ അന്ന് പോയത് നോക്കി. അപ്പോൾ ഏട്ടൻ എക്സ്പെക്റ്റ് ചെയ്തത് നവരത്ന മോതിരം തന്നെയായിരുന്നു. പക്ഷേ അതവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി. ഇനിയൊരു സമ്മാനം ഇല്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഫുഡ് കഴിക്കുന്നേക്കാൾ മുമ്പ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ കല്ലുമ്മക്കായയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ആംബിയൻസ് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. ഇവർ 2 വീലറിനാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കേണ്ട ഒരു സംഭവമൊക്കെ പറഞ്ഞു വെച്ചു. നമുക്ക് ഓർഡറൊക്കെ കൊടുത്തു. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. നമ്മളൊരു പടയായിട്ടാണ് നമ്മളെപ്പോഴും വരിക കേട്ടോ. നല്ല രീതിയിലൊരു ലാഭം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇവിടെ വരുമ്പോഴും. അപ്പോൾ ഞാനിവിടെ അച്ഛനോട് പറയണേ, അച്ഛൻ അപ്പുറത്തിരിക്കുക ഇപ്പുറത്തിരിക്കുക വെച്ചാൽ എനിക്ക് ക്യാമറയിൽ കറക്റ്റ് വീഡിയോ കിട്ടുകയും വേണം, എനിക്കും ഏട്ടനും ഒരുമിച്ചിരിക്കുകയും വേണം. ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ കൊടുക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം. പക്ഷേ ഏട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ നവരത്ന മോതിരം കൊടുക്കും എന്നുള്ളത്. ലോക്കറ്റ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തു. ഇനി നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാട്ടോ. ഞാൻ പറഞ്ഞേക്കുന്നുണ്ട് ഇപ്പൊ. ഇത് ഞാൻ പറഞ്ഞത് അവളെടുത്ത് എവിടെ കാണിക്കും. അപ്പം അങ്ങോട്ടും എല്ലാവരും നമ്മുടെ ഗിഫ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിലൊക്കെ അതൊക്കെ ഇടാനൊക്കെ ഒരു ഭാഗ്യം വേണം. ഏട്ടൻ എപ്പോഴും അതങ്ങനെ പറയും, അതിനൊക്കെ ഒരു ഭാഗ്യം വേണ്ടേ. കാരണം ഞങ്ങൾ അങ്ങനെ ജീവിച്ചു തുടർന്ന ആൾക്കാരാണ് ഗേസ്. എനിക്ക് എൻ്റേതായതും എന്നെക്കാളും കഷ്ടപ്പാടിലാണ് നിതീഷ് ഏട്ടനും നിഖിലേട്ടനൊക്കെ ജീവിച്ചു വളർന്നിട്ടുള്ളത്. അവരൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർ ഇതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യങ്ങളാണ്. ഇതെനിക്ക് സാധിച്ച് കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ഫാമിലി ആൾക്കാർ മാത്രം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ ഓരോ ആഗ്രഹങ്ങളായിട്ട് സാധിക്കാൻ. ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടും ചില മേ ബി കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തല കുത്തി നിന്നിട്ട് മേ ബി ഒരു കാര്യം ഉണ്ടാവണം എന്നില്ല. അപ്പം എനിക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റിയതും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇതിനും പറ്റി എനിക്ക് വേറെ ഒന്നും പറയാറില്ല. വീഡിയോ അല്ലേ? അപ്പോൾ നമ്മളിത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എല്ലാവരും കൂടെ പലതരം സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. കുഴിമന്തി, അൽഫാം മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊറോട്ടയും ബീഫ്, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ബേബി.
ഓ കുടിക്കാനാ കൊടുക്കണോ? പിടി പിടി ഞാൻ വെള്ളം 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 കുടിക്കാ. എവിടെ പോണ്ട മാമാരി കൊണ്ടോ അതിന് ഞാൻ കൊണ്ടോണ്ട് പക്ഷെ നിന്നെ ഞാൻ കൊണ്ടുപോകണില്ല. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇനിയിപ്പോൾ ഗൈസ് ദേ ഓരോരുത്തരായിട്ട് ദേ പോവാൻ നിൽക്കുകയാണ്. അച്ഛനമ്മയും ചാന്തും സഞ്ജുവും കൂടെ ദേ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വെഡ്ഡിങ് ആനിവേഴ്സറി ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വിലയിലല്ല ഒരിക്കലും കാര്യം ഇരിക്കുന്നത്. അതൊരിക്കലുമല്ല. നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് ഭയങ്കര ഒരു അയാൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം കൊടുക്കാൻ അതേ ഒരു സംഭവം ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ അത് ആക്കുക. മേ ബി അത് പോസിബിൾ അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പൂവായാലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പിയാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കതിന് പറ്റി, അപ്പോൾ ഞാനത് സാധിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടിട്ടാണ് എനിക്കത് പറ്റിയത്. എനിക്കിപ്പോൾ ഏട്ടന് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇനിയുള്ള വർഷങ്ങളിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ തന്നെയാണ് ആഗ്രഹം. അന്നും എനിക്കിത് സാധിക്കട്ടെ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റിലും ഞാൻ ഒരുപാട് സന്തോഷപ്പെടും. അപ്പോൾ ഞങ്ങളിത് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. അതെ, ഭക്ഷണം കഴിച്ചു റൂമിലെത്തി. അപ്പോൾ ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി സൂപ്പർ വെഡിങ് ആനിവേഴ്സറി. പേട്ടൻ ഷർട്ടൊക്കെ മാറി അനിയത്തി ഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് മാച്ച് അല്ലേ, കറക്റ്റ് പാകമാണ്, കറക്റ്റ് പാകമാണ്. അതുപോലെ തന്നെയാണ് സാരിയും. പക്ഷെ ഇവർക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എടുത്ത സാരിയുടെ സെയിം എക്സാക്ട് ഡിസൈൻ കളർ ചേഞ്ച് ആണ് കീത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് എടുക്കാൻ പോയത്. ഞാൻ ആദ്യം എടുത്ത് പോന്ന ആദ്യം മറ്റേത് സെലക്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നില്ല അതിനോടെ. അപ്പൊ പിന്നെ ഏട്ടൻ എടുത്ത് പോന്നല്ലോ സാധനം കൊണ്ട്. മേ ബി അതായിരിക്കും. സെയിം കളറ് സെയിം ഡിസൈൻ, സെയിം ഡിസൈൻ എല്ലാം സെയിം കളർ മാത്രം ഒന്ന് ചേഞ്ച് ആയി. അപ്പൊ എന്തായാലും ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ അടിച്ച് പൊളിച്ചു തീർത്തു. 8 വർഷം കഴിഞ്ഞു. ഈശ്വരോ, പേട്ടൻ പറയും 8 വർഷം കഴിഞ്ഞിട്ടുള്ളൂടി അറിയാട്ട് അല്ലേ. അപ്പൊ സമ്മാനങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉറപ്പായിരുന്നു. ആരോടൊക്കെ പറഞ്ഞു, ടീച്ചറോടെ കണ്ടു ഞാൻ പറഞ്ഞു. മിക്കവാറും ആളൊരു നവരത്ന മോതിരം ആയിരിക്കുള്ളൂ കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് നിങ്ങൾ എന്റെ ഏത് വീഡിയോ നോക്കിയാലും കാണാം. അത് കണ്ടു. അപ്പം ഇപ്പഴായി പിന്നെ ഏട്ടൻ ഇങ്ങനെ ഒരു പൂതി ഞാൻ പറഞ്ഞു കേട്ടത് കേട്ടാ. പക്ഷെ ഞാൻ ലോക്കറ്റ് തന്നപ്പോ പിന്നെ ഏട്ടൻ വിചാരിച്ചില്ലല്ലോ അതുണ്ടാവുന്നു. അങ്ങനെയൊന്നും ഞാൻ അതിനൊന്നും നിനക്കറിയാലോ എന്റെ പ്രതീക്ഷകളും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത്. അങ്ങനൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന എനിക്ക് മോതിരം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സംഭവം, സാരി അവളെ കാണട്ടെ ഞാൻ അവിടെ അങ്ങനെ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തു. ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ഈ സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കളറാണ് സാരി വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ പറയട്ടെ കേട്ടോ. അതെന്തൊരു ഫ്ലോയിൽ പറഞ്ഞു പോയാണവള്. എന്റെ മോതിരം താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോതിരം വേണമെന്നുള്ളത്. താങ്ക് യു. കുഞ്ഞു വിരലൊക്കെ ചെറുതായ 8 കൊല്ലായിട്ടുണ്ട് വിരലറിയില്ലല്ലോ. അയ്യടാ, ഞാനത് സെയിം അളവ് തന്നെയാണ് ഞാനത് എടുത്തിട്ടുള്ളത് നിനക്കും. പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി തകർത്തു തിമിർത്തു. 8 കൊല്ലം കഴിഞ്ഞു അടുത്ത വർഷത്തിലേക്ക് നമ്മൾ വിജയകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിങ്ങനെ തന്നെ ആവട്ടെ. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന കേട്ടാ, എന്റെ കണ്ണടിച്ചു പോയി. പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി ഒന്നും ഉണ്ടായില്ല. കാരണം എന്റെ കണ്ണ് പുളിച്ച് ചീഞ്ഞ് നാറിയിരിക്കരുത്. അവരുടെ ലൈറ്റിന്റെ സ്പോട്ട് ലൈറ്റ് നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ട് ക്യാമറമാരെ അടിച്ചിട്ട് ആലോചിക്കാൻ പറ്റില്ല. ആലോചിക്കണ്ട. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ടുവരുന്നു വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചവർക്കും വിഷ് ചെയ്തവർക്കും താങ്ക് യു. ഇനിയും ഇങ്ങനെ തന്നെ എന്നെ സഹിക്കാനുള്ള കഴിവെൻ്റെ ഏട്ടൻ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഏട്ടനെ ഞാൻ സഹിക്കുന്നില്ല ഏട്ടാ. ഞാൻ എന്നെ ഏട്ടൻ സഹിക്കുന്ന പോലെ ഏട്ടനെ ഞാനും സഹിക്കുന്നില്ലേ.
അതുകൊണ്ടാണ് നിന്നെ താലി കിട്ടിയത്. അങ്ങനല്ല, അതല്ല. ഇപ്പൊ എന്നെ ഏട്ടൻ സഹിക്കുന്ന പോലെ ഏട്ടൻ എന്നെ സഹിക്കുന്നില്ലേ? രണ്ടും എന്നെ ഡിമണ്ടി ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ്? നല്ല പെൺകുട്ടിയാണ്, നല്ല സുന്ദരി മോൾ. അത് കളയില്ല കാശി. ഏട്ടാ ഞാൻ നല്ല ഭാര്യയല്ലേ? അച്ഛതരാ നീ കാശി ഇവിടെ പണി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നീ നല്ല കുട്ടിയാണ്, നല്ല മോളാണ്. തല്ലി പറയിപ്പിക്കുന്ന പോലെ എന്റെ ഒരു കൈ അവൻ കൊണ്ടുവരിക്കണം, ഒരു കൈ ഇവിടെ കൊണ്ടുവരിക്കണം. ഞാനിങ്ങനെ നാഗവതിയാണ്. തീരുമാനം ഉണ്ടാക്കട്ടെ ഏട്ടാ. നല്ല കുട്ടിയാണ്, സുന്ദരി. നല്ല കുട്ടിയാണ്. എനിക്ക്